ഹലോ, ഞാൻ ഷെറിൻ ഡേവിസ്. ബിസിനസ്സുകാർക്ക് അവരുടെ കറണ്ട് അക്കൗണ്ടിനും അതുപോലെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിനും അതുപോലെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റുകൾക്കും പകരം സേവ് ചെയ്യാനും പാർക്ക് ചെയ്യാനും പറ്റുന്ന വേറെ ഓപ്ഷൻസ് ഉണ്ട്, ഇൻട്രസ്റ്റ് കിട്ടുന്ന ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? എത്ര ബിസിനസ്സുകാർക്ക് അറിയാം? ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. വെൽക്കം ടു അവർ ചാനൽ ദ മണി കോൺട്രേറിയൻസ്. സാധാരണ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക്, ബിസിനസ്സുകാർക്ക് അവരുടെ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്, അതായത് അവരുടെ ബിസിനസ്സിലേക്ക് പൈസ വരുന്നത് എവിടെയായിരിക്കും? കറണ്ട് അക്കൗണ്ടിലായിരിക്കും വരുന്നത്. പക്ഷെ എന്നാൽ കറണ്ട് അക്കൗണ്ടിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് കിട്ടുമോ? കറണ്ട് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ഒന്നും കിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വരുന്ന പണം 10 ദിവസമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ കറണ്ട് അക്കൗണ്ടിലായിരിക്കും കിടക്കുന്നത്. ഒരു വരുമാനവും നിങ്ങൾക്ക് അതിൽ നിന്നും ഉണ്ടാകില്ല. ഇത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ പേയ്മെൻറ്റ് നടത്തുന്നതിന് ചിലപ്പോൾ മാസങ്ങളോ ചില ദിവസങ്ങളോ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുണ്ടാവും. അപ്പോൾ ദിവസങ്ങളോ മാസങ്ങളോ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ പേയ്മെൻറ്റ് ഡേറ്റ് നിങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവുന്നത്. ഇപ്പോൾ ഒരു മാസം ചിലപ്പോൾ മാസത്തിൻ്റെ അവസാന ദിവസമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ മാസത്തെ വരവ് ആ പേയ്മെൻറ്റ് ദിവസം വരെ എവിടെയാണ് കിടക്കുന്നത്? കറണ്ട് അക്കൗണ്ടിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു വരുമാനം ഉണ്ടാവില്ല. ഇനി വേറൊരു സാഹചര്യം എന്ന് പറയുന്നത്, വ്യാഴാഴ്ച വെള്ളിയാഴ്ചയൊക്കെ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് പൈസ വരും. തിങ്കൾ മുതൽ ചിലപ്പോൾ വ്യാഴം വരെ നമുക്ക് പൈസ വരും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ തിങ്കളാഴ്ചയാണ് പേയ്മെൻറ്റ് എങ്കിൽ, അടുത്ത തിങ്കളാഴ്ചയാണ് പേയ്മെൻ്റ് എങ്കിൽ വെള്ളിയും ശനിയും ഞായറൊക്കെ നമ്മളുടെ പണം എവിടെയാണ്? കറണ്ട് അക്കൗണ്ടിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഒരു ഇൻട്രസ്റ്റും കിട്ടില്ല. എന്ന് പറഞ്ഞാൽ അവധി ദിവസങ്ങളിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി അറിയാൻ പറ്റും, നമുക്ക് മിനിമം അവധി ദിവസങ്ങൾ എത്രയുണ്ടാവും? 48 ദിവസമുണ്ട്, സാറ്റർഡേ സൺഡേ അവധി ദിവസങ്ങൾ. അപ്പോൾ അത് കൂടാതെ മറ്റ് അവധി ദിവസങ്ങളൊക്കെ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു കൊല്ലം ചിലപ്പോൾ 60-70 ദിവസം നമുക്ക് അവധി ദിവസങ്ങൾ മാത്രം നമുക്ക് കിട്ടും. അപ്പോൾ ഈ ദിവസങ്ങളിൽ പണം കറണ്ട് അക്കൗണ്ടിൽ തന്നെയാണ് കിടക്കുന്നത്. അവിടെ നിങ്ങൾക്ക് വരുമാനങ്ങളൊന്നുമില്ല. ഈ സാഹചര്യങ്ങളിൽ നമുക്ക് വളരെ വിശ്വസനീയമായിട്ട് നിങ്ങൾക്ക് മാറി ചിന്തിക്കാവുന്ന ഒരു സേവിങ്സ് പാർക്കിംഗ് ഓപ്ഷനാണ്, ഇൻട്രസ്റ്റ് കിട്ടുന്ന ഒരു ഓപ്ഷനാണ് ഓവർനൈറ്റ് ഫണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരു ദിവസമാണ് മിനിമം പാർക്ക് ചെയ്യേണ്ടത്. ഒരു ദിവസം നിങ്ങൾ ഇതിലിട്ടാൽ മതി. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഒരു ദിവസം പാർക്ക് ചെയ്താലും ഒരു ദിവസം അതിലേക്ക് മാറ്റിയിട്ടാലും നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിൽ കിട്ടും. ഒരു പക്ഷേ എഫ് ഡിയേക്കാൾ കൂടുതലോ SB അക്കൗണ്ടിനേക്കാൾ കൂടുതലോ ഒക്കെ ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് അതിൽ കിട്ടും. അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് കറണ്ട് അക്കൗണ്ടിൽ വെറുതെ കിടക്കുന്ന പണം ഇതിലേക്ക് മാറ്റിയിട്ട് ചിലപ്പോൾ നല്ല അഡീഷണൽ ഇൻകം നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് സാലറി, നിങ്ങളുടെ ബിസിനസ്സിലുള്ള സാലറി കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ കമ്പനിയുടെ മറ്റു പല അഡ്മിനിസ്ട്രേഷൻ ആവശ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഈ കറണ്ട് അക്കൗണ്ടിൽ വെറുതെ കിടക്കുന്ന പണം മാറ്റിയിട്ടുകൊണ്ട് കിട്ടുന്ന ഇൻട്രസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ആ എക്സ്പെൻഡിച്ചറൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ രീതിയിലുള്ള സർവീസ്, ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ രീതിയിലുള്ള സർവീസ് നിങ്ങൾ സ്വീകരിക്കുന്ന സമയത്ത് അത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇൻ്റർമീഡിയറീസ് വഴി മാത്രം നിങ്ങൾ അന്വേഷിക്കുക, അത് ചെയ്യുക. കാരണം നിങ്ങൾ പറ്റിക്കപ്പെടാൻ പാടില്ല. ഹോംസ് ഫൈനാൻഷ്യൽ സർവീസസ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനി ഈ മേഖലയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർമീഡിയറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാനീ പറഞ്ഞ രീതിയിലുള്ള പാർക്കിംഗ് സേവിങ്സ് ഓപ്ഷനെ പറ്റിയിട്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. നിങ്ങളെ പൂർണ്ണമായിട്ടുള്ള സഹായിക്കാനും ഞങ്ങൾ സന്നദ്ധരാണ്. We are here to create investment winners. Thank you.